ലളിതാ സഹസ്രനാമ സ്തോത്ര പഠനം 15-ാം ഭാഗം. അമ്മേ നാരായണ. മഹാചതുഷ്ഷഷ്ടികോടി യോഗിനി ഗണസേവിത. ശ്രീവിദ്യാതന്ത്രത്തിൻ്റെ അധിപതിയായ ശ്രീ ലളിതാ ത്രിപുരസുന്ദരിയെ വിളിക്കുന്നു. മഹാചതുഷ്ഷഷ്ടികോടി യോഗിനി ഗണസേവിത. 64 കോടി യോഗിനിമാരാൽ സേവിക്കപ്പെടുന്ന ദേവി ലളിതാംബിക. പ്രധാനമായും 8 യോഗിനിമാരാണ് ഉള്ളത് എന്ന് പറയുന്നു. അവരാണ് ബ്രഹ്മാണി, മാഹേശ്വരി, വാരാഹി, ഇന്ദ്രാണി, കൗമാരി, വൈഷ്ണവി, നരസിംഹി, ചാമുണ്ഡി. ഇവർക്ക് ഓരോരുത്തർക്കും 8 യോഗിനിമാർ വീതം സേവകരായിട്ടുണ്ട്. അപ്പോൾ 64 യോഗിനിമാരായി. അവർക്ക് ഓരോരുത്തർക്കും ഓരോ കോടി യോഗിനിമാർ വീതം സേവകരായിട്ടുണ്ടത്രേ. അങ്ങനെയുള്ള 64 കോടി യോഗിനിമാരും ആരെ സേവിക്കുന്നു? ശ്രീലളിത ത്രിപുരസുന്ദരിയെ സേവിക്കുന്നു. ഇനി ഈ 64 യോഗിനിമാരാരൊക്കെയാണെന്ന് നോക്കാം. ദിവ്യയോഗിണി, മഹായോഗിണി, സിദ്ധയോഗിണി, ഗണേശ്വരി, പ്രേതാക്ഷി, ഡാകിനി, കാളി, കാളരാത്രി, നിശാചരി, ജങ്കാരി, ഊർധ്വവേതാളി, ഖർപ്പരി, ഭൂതയാമിനി, ഊർധ്വകേശി, വിരൂപാക്ഷി, ശൂഷ്മാംഗി, മാംസഭോജിനി, ഭേദകാരി, ധൂമ്രാക്ഷി, കലഹപ്രിയ, രക്ത, ഘോരരക്താക്ഷി, പിശാചി, ഭയങ്കരി, ചൗരിക, മാരിക, ചണ്ഡി, വാരാഹി, മുണ്ഡാധാരിണി, ഭൈരവി, ക്രോധ, ദുർമുഖി, പ്രേതവാഹിനി, കണ്ടാകി, ദീർഘലംഭൗഷ്ടി, മാലിനി, മന്ത്രയോഗിനി, കാലാഗ്നി, മോഹിനി, ചക്രി, കപാലി, ഭുവനേശ്വരി, കുണ്ടലാക്ഷി, ജുഹി, ലക്ഷ്മി, യമദൂതി, കരാളിനി, കൗശികി, ഭക്ഷിണി, യക്ഷി, കൗമാരി, യന്ത്രവാഹിനി, വിശാല, കാമുകി, വ്യാഘ്രി, പ്രേതഭവാനി, ദുർജാത, വികത, ഘോര, കപാല, ലങ്കാലി. ഇവരാണ് 64 യോഗിനിമാർ. ഇവർക്കെല്ലാവർക്കും ഓരോ കോടി വീതം യോഗിനിമാർ സേവകരായിട്ടുണ്ട്. അവരെല്ലാം തന്നെ ദേവി ലളിതാംബികയെ ഈ ജഗത്തിൻ്റെ പരിപാലനം എന്ന വിഷയത്തിൽ സേവിക്കുന്നു, സഹായിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് ദേവിയെ മഹാചതുഷ്ഷഷ്ടി കോടി യോഗിനി ഗണസേവിത എന്ന് വിളിക്കുന്നു. ഇനി നോക്കൂ, മനുവിദ്യ. ദേവിയുടെ അടുത്ത നാമമാണ് മനുവിദ്യ. ദേവിയുടെ 12 പ്രധാന ഉപാസകരാണ് അഗ്നി, സൂര്യൻ, ചന്ദ്രൻ, സ്കന്ദൻ, ശിവൻ, ദുർവാസാവ്, ലോപമുദ്ര, മനു, അഗസ്ത്യൻ, കുബേരൻ, മന്മഥൻ എന്നിവർ. ഇവരെല്ലാം തന്നെ ശ്രീവിദ്യാ ഉപാസകരായിരുന്നു. അപ്പോൾ മനു എന്ന രാജാവ് ഉപാസിച്ചിരുന്ന ശ്രീവിദ്യാമൂർത്തിയെയാണ് മനുവിദ്യ. മനുവിൻ്റെ ഉപാസനാ രീതിയെയാണ് മനുവിദ്യ എന്ന് വിളിക്കുന്നത്. മനു എന്ന രാജാവിനാൽ ഉപാസിക്കപ്പെടുന്ന ശ്രീവിദ്യാമൂർത്തിയാണ് മനുവിദ്യ. ഇനി നോക്കൂ, ചന്ദ്രവിദ്യ. ചന്ദ്രനാൽ ഉപാസിക്കപ്പെടുന്ന ശ്രീവിദ്യാമൂർത്തിയാണ് ചന്ദ്രവിദ്യ. ഇനി ചന്ദ്രമണ്ഡല മധ്യക. എന്നാൽ ചന്ദ്രമണ്ഡലത്തിൻ്റെ മധ്യത്തിലായി സ്ഥിതി ചെയ്യുന്നവൾ. സഹസ്രാര ചക്രത്തിൻ്റെ മധ്യത്തിലുള്ളത് ചന്ദ്രമണ്ഡലമാണെന്നും ചന്ദ്രബിംബമാണെന്നും അവിടെയാണ് ദേവി കുടികൊള്ളുന്നതെന്നും ഇതിനെ സൂക്ഷ്മ ശ്രീചക്രമെന്നും വിളിക്കുന്നു എന്നാണ് ഞാൻ വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് അവിടെ കുടിയിരിക്കുന്ന ദേവിയെ ചന്ദ്രമണ്ഡല മധ്യക എന്ന് വിളിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഇത് ശ്രീചക്രത്തിലെ ചന്ദ്രമണ്ഡലത്തെ പറ്റിയാണ് ഈ പറയുന്നത് എന്നും വായിക്കാനിടയായി. ചന്ദ്രമണ്ഡലത്തിന് മധ്യത്തിലായി സ്ഥിതി ചെയ്യുന്ന ദേവി ലളിതാംബിക. ഇനി നോക്കൂ, ചാരുരൂപ, ചാരുഹാസ.
ദേവിയുടെ 2 നാമങ്ങളാണ് ചാരുരൂപ, ചാരുഹാസ. ഒന്നിനാലും നശിപ്പിക്കപ്പെടാത്ത സൗന്ദര്യമുള്ളവൾ, എല്ലായ്പ്പോഴും നിലനിൽക്കുന്ന പുഞ്ചിരിയോടുകൂടിയവൾ. എന്തുകൊണ്ടായിരിക്കും ദേവി അങ്ങനെ വിളിക്കുന്നത്? നമ്മൾ വളരെയധികം വിഷമിച്ചിരിക്കുന്ന ഒരു ദിവസം, അന്ന് നമ്മുടെ മുഖം എങ്ങനെയായിരിക്കും? നമ്മുടെ മനസ്സിൻ്റെ ദുഃഖം ആ മുഖത്ത് പ്രതിഫലിക്കും. നമ്മൾ തീർത്തും അവശരായും വിഷണരായും കാണപ്പെടും, അല്ലേ? എന്നാൽ ശ്രീ ലളിതാംബികാ ദേവിയെ സംബന്ധിച്ചിടത്തോളം ദേവിയുടെ മനസ്സിൽ ദുഃഖം, അത്യാഗ്രഹം, അസൂയ, ഭയം എന്നീ വികാരങ്ങളൊന്നും തന്നെയില്ല. അതിനാൽ ദേവിയുടെ സൗന്ദര്യം സദാ നിലനിൽക്കുന്നതാണ്. ദേവിക്ക് ജരാനരകൾ ബാധിക്കുകയില്ല. അതുപോലെ ദേവി എല്ലായ്പ്പോഴും പുഞ്ചിരി തൂകിക്കൊണ്ടിരിക്കുന്നു. സദാ ആനന്ദത്തിൽ ആറാടുന്നവളാണ് ശ്രീ ലളിതാംബികാദേവി. നമ്മുടെ ഉള്ളിൽ മറ്റുള്ളവരോടുള്ള അസൂയയും ക്രോധവും മറ്റുള്ളവരുടെ പെരുമാറ്റം കൊണ്ടുണ്ടാവുന്ന ദുഃഖവും പണത്തിനോടും പ്രതാപത്തിനോടുമുള്ള ആസക്തിയും ഒക്കെയാണ് നമ്മളിൽ ഉത്കണ്ഠ ജനിപ്പിക്കുന്നത്. അതാണ് നമ്മളെ പെട്ടെന്ന് വയസ്സന്മാരാക്കി മാറ്റുന്നത്. അപ്പോൾ ശ്രീ ലളിതാംബികാദേവിയെ പോലെ സദാ ചാരുരൂപത്തിലും ചാരുഹാസത്തോടെയും നിലനിൽക്കാനായിട്ട് എന്ത് ചെയ്യുക? ഒന്ന്, ലളിതാ സഹസ്രനാമം ഏറ്റവും ഭക്തിയോടെ ചൊല്ലുക. 2, നമ്മുടെ മനസ്സിലുള്ള അനാവശ്യ വേവലാതികളും ചിന്തകളും ഒക്കെ ദേവിക്ക് സമർപ്പിക്കുക. ഇനി നോക്കൂ, ചാരുചന്ദ്ര കലാധര. ചന്ദ്രകലാധരനായിട്ടൊരാളുണ്ട് അല്ലേ? അതെ, ശിവഭഗവാനാണ് ചന്ദ്രകലാധരൻ. മൗലിയിൽ ചന്ദ്രകല ധരിച്ചവനാണ്. ഇവിടെ ദേവിയും ചന്ദ്രകലാധര തന്നെയാണ്. ദേവിയുടെ ശിരസിൽ ധരിച്ചിരിക്കുന്ന ചന്ദ്രകലയെപ്പറ്റി മുന്നും നമ്മൾ വർണ്ണിച്ചിട്ടുണ്ട്. ആ ചന്ദ്രകലയുടെ പ്രത്യേകത നോക്കാം. അത് വൃദ്ധിക്ഷയങ്ങളേൽക്കാത്ത ചന്ദ്രകലയാണ്. നമുക്കറിയാം, നമ്മൾ അമാവാസി ദിവസം ചന്ദ്രനെ കാണില്ല. പിന്നീട് അർദ്ധവൃത്താകൃതിയിൽ കുറേശ്ശെയായി വലുതാകുന്ന ചന്ദ്രൻ പൗർണമിയോടെ പൂർണ്ണചന്ദ്രനായി അങ്ങനെ വിളങ്ങി നിൽക്കുന്നു ആകാശത്ത്. അപ്പോൾ വൃദ്ധിക്ഷയമുള്ളതാണ് നമ്മുടെ സാധാരണക്കാരൻ്റെ ചന്ദ്രൻ. ഇവിടെ ശ്രീ ലളിതാംബിക ശിരസിൽ ധരിച്ചിരിക്കുന്ന ആ ചന്ദ്രകലയ്ക്ക് വൃദ്ധിക്ഷയങ്ങളൊന്നുമില്ല എന്നാണ് പറയുന്നത്. ഇനി ചക്രരാജനികേതന, ശ്രീചക്രമാണ് ഇവിടെ പറയുന്ന ചക്രം. ആ ചക്രം വീടാക്കിയവൾ, അവിടെ വസിക്കുന്നവളാണ് ചക്രരാജനികേതന. ഇനി നോക്കൂ, പാർവതി. അതെ, ശിവഭഗവാന്റെ പത്നിയാണ്. സതീദേവിയുടെ പുനർജന്മമാണ് പർവ്വതരാജനായ ഹിമവാന്റെ പുത്രിയായ പാർവതി. പത്മനയന, ദേവിയുടെ കണ്ണുകളെ പത്മദലങ്ങളോട് ഉപമിച്ചിരിക്കുകയാണ്. ദേവി കമലാക്ഷിയാണ്, പത്മനയനയാണ്, താമര ഇതൾ പോലെയുള്ള കണ്ണുകളോട് കൂടിയവളാണ്. ഇനി പത്മരാഗ സമപ്രഭ. പത്മരാഗം എന്ന് പറയുന്നത് ഒരു വിശേഷപ്പെട്ട രത്നമാണ്. ആ രത്നത്തിൻ്റെ നിറം, അതിൻ്റെ ശോഭ പോലെ ഉള്ള ശോഭയുള്ളവൾ. ദേവിയുടെ നിറം തന്നെ അരുണവർണ്ണമാണ് എന്ന് നമ്മൾ മുന്നു പറയേണ്ടായി. അപ്പോൾ ദേവിയുടെ നിറം എന്ന് പറയുന്നത് പത്മരാഗം എന്ന ആ ചുവന്ന രത്നത്തിൻ്റെ ശോഭ പോലെ ശോഭിക്കുന്നവളാണത്രേ ശ്രീ ലളിതാംബികാദേവി. ഇനി നോക്കൂ, പഞ്ചപ്രേതാസനാസീന. പഞ്ചപ്രേതങ്ങൾ. ആരാ ഈ പഞ്ചപ്രേതങ്ങൾ? ഇതിനോട് യോജിക്കുന്ന ഒരു നാമമാണ് അടുത്തത്, പഞ്ചബ്രഹ്മസ്വരൂപിണി. ഈ പഞ്ചപ്രേതങ്ങളായിട്ട് പറയുന്നത് ബ്രഹ്മ, വിഷ്ണു, രുദ്രൻ, ഈശ്വരൻ, സദാശിവൻ. ഇവരുടെയൊക്കെ സത്ത് എന്ന് പറയുന്നത്, ഇവരുടെ ഉള്ളിലെ ആ ശക്തി എന്ന് പറയുന്നത് ശ്രീ ലളിതാംബികാദേവിയാണ്. ദേവി പരാശക്തിയാണ് എന്ന് പറയുന്നു. അപ്പോൾ ദേവി ഇല്ലാത്ത അവസ്ഥയിൽ ഇവരെല്ലാം പ്രേതങ്ങളാണ്. ദേവി വന്നു ചേരുമ്പോൾ എന്തായി? അവർ ബ്രഹ്മസ്വരൂപങ്ങളായി മാറി. അതുകൊണ്ട് ഇവരെയാണ് പഞ്ചപ്രേതങ്ങളെന്നും അവരിൽ ആസനസ്ഥയായിരിക്കുന്ന ദേവി. അതോടെ
അവർ പ്രേതരൂപം വിട്ട് ബ്രഹ്മരൂപികളാകുന്നു എന്നും പറയുന്നു. ഇപ്പോൾ നമ്മൾ ശരീരത്തിലെ ശിവം നഷ്ടപ്പെടുമ്പോഴാണ് ശവമാകുന്നതെന്നും ദേവിയാകുന്ന സത്ത് നഷ്ടപ്പെടുമ്പോഴാണ് ചത്തുപോകുന്നത് എന്നും പറയുന്നു അല്ലേ. അതുപോലെ ദേവിയാണ് സർവർക്കും ഈ സത്ത് നൽകുന്നത്. അപ്പോൾ ഊർജ്ജസ്വലരായിട്ടിരിക്കാൻ, തേജസ്സോടെ വർത്തിക്കാൻ ആരെ ഭജിക്കുക? ദേവി പരാശക്തിയെ ഭജിക്കുക. അപ്പോൾ ഓരോ ദിവസവുമുള്ള പഠനം കൂടുതൽ കൂടുതൽ സന്തോഷകരമാവുന്നുണ്ട്. ഇനിയും തുടർന്നും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരം ദേവി ലളിതാംബിക അമ്മ പരാശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇനിയും കാണാം. നന്ദി.